വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആമസോൺ പ്രൈം മെമ്പർഷിപ്പിനെ കുറിച്ചാണ്. ഇതിന്റെ പ്രൈസ്, അഡ്വാൻറ്റേജസ് തുടങ്ങിയവ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 മന്ത് ആണെങ്കിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 129 റുപ്പീസ് ആണ്. ഇനി 3 മന്ത് ആണ് വരുന്നത് എങ്കിൽ 329 റുപ്പീസ് ആണ്. ഇനി 1 ഇയർ ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ റുപ്പീസ് എന്ന് പറയുന്നത് 999 റുപ്പീസ് ആണ്, അതായത് 1000 രൂപ. ഇനി നിങ്ങൾക്ക് 30 ഡേയ്സ് ഫ്രീ ട്രയലും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗമൊക്കെ ഒന്ന് നോക്കാനായിട്ട് 30 ഡേയ്സ് ഫ്രീ ട്രയലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മളുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഡെലിവറി ആണ്. അതായത് നമ്മൾ ഒരു സാധനം ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഒരു ഡെലിവറി ചാർജ് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്നാൽ നമ്മൾ ആമസോൺ പ്രൈമിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് 2 ദിവസത്തിനകമോ അല്ലെങ്കിൽ 1 ദിവസത്തിനകമോ ഒക്കെ നമ്മൾക്ക് പ്രോഡക്റ്റ് എത്തും. അത് മാത്രമല്ല, നമ്മൾക്ക് ഫ്രീ ആണ്, അതായത് നമ്മൾക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈം വീഡിയോ ആണ്. നമ്മൾക്ക് മൂവീസ്, TV ഷോ, ആമസോൺ ഒറിജിനൽസ് തുടങ്ങിയവയെല്ലാം പ്രൈം വീഡിയോയുടെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈം മ്യൂസിക് ആണ്. അതായത് നമ്മൾക്ക് ആഡ് ഫ്രീ ആയിട്ട്, പരസ്യമില്ലാതെ നമ്മൾക്ക് വിവിധ ലാംഗ്വേജസിലുള്ള പാട്ട് കേൾക്കാൻ സാധിക്കും. അടുത്തത് പ്രൈം റീഡിംഗ് ആണ്. നിങ്ങൾ കിൻഡിൽ എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് ബുക്കൊക്കെ വായിക്കാനുള്ള ഒരു സംവിധാനമാണ് കിൻഡില്. നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്ത അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുക്സ് വായിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് പ്രൈം റീഡിങ്ങിലോട്ട് വരുമ്പോഴുള്ള ആ ഒരു മെച്ചം. അടുത്ത അഡ്വാൻറ്റേജ് ലൈറ്റ്നിങ് ഡീൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നിങ്ങളൊരു പ്രൈം മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ലൈറ്റ്നിങ് ഡീൽസ് നിങ്ങൾക്ക് 30 മിനിറ്റ് മുൻപ് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. അതായത് ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഡെലിവറിയും, പ്രൈം വീഡിയോ, പ്രൈം റീഡിംഗ്, പ്രൈം മ്യൂസിക് തുടങ്ങിയവ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഗെയിമിംഗ് സാധിക്കും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് 5% റിവാർഡ് ഉണ്ട്. അപ്പോൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. നമ്മൾക്ക് പ്രൈം വീഡിയോയിൽ സിനിമകൾ കാണുവാനായിട്ട് നമ്മൾക്ക് primevideo.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈം വീഡിയോയിൽ മൂവീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സാധിക്കും. നിങ്ങൾക്ക് അതിനായിട്ട് ആമസോൺ പ്രൈം വീഡിയോ ഫോർ വിൻഡോസ് എന്നത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണേണ്ട ഫിലിം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നിങ്ങളുടെ ആമസോൺ പ്രൈം വീഡിയോയുടെ ഡൗൺലോഡ്സിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൈം റീഡിങ്ങിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിൻഡില് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കിൻഡില് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾക്ക് കിൻഡില് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ നമ്മൾക്ക് amazon.in/kindle apps എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഡൗൺലോഡ് ഫോർ PC ആൻഡ് മാക് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത് ഇവിടെ ഒരു .exe ഫയലില് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് കിൻഡിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് യെസ് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഇതുപോലെ Kindle നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് ബുക്സ് ഒക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ Kindle വായിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇനി ബുക്സ് ഓൺലൈനിൽ വായിക്കുവാനായിട്ട് നമ്മൾക്ക് ഒരു വെബ് ബ്രൗസറിൽ amazon.in/പ്രൈം റീഡിംഗ് എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സൈറ്റിലോട്ടായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾക്ക് വേണ്ട ബുക്ക് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിലൂടെ ഹോവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ റീഡ് നൗ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സീ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്സ് കുറെ എണ്ണം വരുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും താഴെ സീ ഓൾ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ പേജ് കഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത പേജിലോട്ട് പോകാവുന്നതാണ്. അതായത് നമ്മൾക്ക് താഴോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ രണ്ടാമത്തെ പേജിലോട്ട് ഇതുപോലെ പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇമ്മോർട്ടൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക് എടുക്കുകയാണ്. ഈ ഒരു ബുക്ക് എടുത്ത ശേഷം ഞാൻ ഇവിടെ റീഡ് ഫോർ ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റീഡ് ഫോർ ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടാണ് എത്തുന്നത്. നമ്മൾക്ക് ഇവിടെ മൈ പ്രൈം റീഡിംഗ് ലൈബ്രറി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രൈം റീഡിംഗ് ലൈബ്രറിയിൽ കിടക്കുന്നതായിരിക്കും. നമ്മൾക്ക് ഇത് റീഡ് നൗ ഇൻ Kindle ക്ലൗഡ് റീഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബുക്ക് ഇപ്പോൾ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് അടുത്തടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾക്ക് ബുക്ക് വായിക്കാൻ സാധിക്കും. നമ്മൾക്ക് ഇനി നമ്മളുടെ പ്രൈം ലൈബ്രറിയിലെ ബുക്സ് ഒക്കെ ആക്സസ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് amazon.in/പ്രൈം റീഡിംഗ് എന്ന ആ ഒരു സെയിം സൈറ്റിലോട്ട് വരാം. ഇവിടെ നമ്മൾക്ക് വ്യൂ മൈ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്നും നമ്മളുടെ ബുക്സ് ഒക്കെ നമ്മൾക്ക് വീണ്ടും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൈം മ്യൂസിക് ഉണ്ട്. പ്രൈം മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൈം മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾക്ക് ആമസോൺ മ്യൂസിക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ amazon.in/music/പ്രൈം എന്ന് സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് ഈ ഒരു സൈറ്റിലോട്ടാണ്. ഇവിടെ നിന്നും നമ്മൾക്ക് ലിസൺ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ഇവിടെ താഴോട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റർഫേസ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഡൗൺലോഡ് ആമസോൺ പ്രൈം മ്യൂസിക് ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലോട്ടാണ്. നമ്മൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് ഡിവൈസ്, iOS ഡിവൈസ്, വെബ്, ആമസോൺ ഫയർ TV സ്റ്റിക്ക്, ആമസോൺ എക്കോ ഡിവൈസ്, മാക് ആൻഡ് PC ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യേണ്ടത് മാക് ആൻഡ് PC എന്നതിലാണ്. നമ്മൾക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു .exe ഫയലില് ഇവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം പിടിക്കും. ഇത് ഫിനിഷ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആമസോൺ മ്യൂസിക്കിന്റെ ഇൻസ്റ്റാൾ ഇപ്പോൾ ഏകദേശം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ആമസോൺ മ്യൂസിക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആമസോൺ മ്യൂസിക്കിന്റെ ഇൻസ്റ്റാളിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ആമസോൺ മ്യൂസിക് ഓപ്പൺ ചെയ്തു വന്നു. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഏത് കൺട്രിയാണ് എന്ന് തിരഞ്ഞെടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ amazon.in ആണ്. അതുപോലെ നമ്മൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതിനുശേഷം നമ്മൾക്ക് ഇവിടെ നമ്മളുടെ പ്രൈം അക്കൗണ്ട്, അതായത് പ്രൈം മെമ്പർഷിപ്പ് എടുത്ത അക്കൗണ്ടിന്റെ ഇമെയിൽ ID വെച്ച് നമ്മൾക്ക് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാട്ടുകൾ ആഡ് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് നമ്മളുടെ പ്രൈം മെമ്പർഷിപ്പ് എടുത്ത അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ നമ്മളോട് ഇവിടെ മ്യൂസിക്കിന്റെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾക്ക് ഇതിവിടെ ഈ ഒരു എക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മ്യൂസിക് മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ലൈബ്രറി ഉണ്ട്, പ്ലേലിസ്റ്റ്, ആൽബംസ്, സോങ്സ് എല്ലാമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്റർഫേസ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ മ്യൂസിക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഷോർട്ട് കട്ടും നമ്മൾക്ക് Kindle വന്ന പോലെ തന്നെ ഇതും നമ്മൾക്ക് ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ട്രേക്കകത്തും ആമസോൺ മ്യൂസിക് വന്നു കിടപ്പുണ്ട്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാം. See you in the next video. It's me, Alphin, signing out. Goodbye.